ഡോക്ടർ നമുക്കൊരു കോളർ വന്ന സമയത്ത് ഒരു ചിപ്പ് ഘടിപ്പിക്കുന്ന ചികിത്സാ രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം ഈ ഫിക്സ് വരുന്ന സമയത്ത് നമുക്കറിയാം VNS ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെയാണോ ഇത്? അതിന്റെ ഡീറ്റെയിലിംഗ് എങ്ങനെയാണ് ഡോക്ടർ? അതെ, ഇപ്പം പുതുതായിട്ട് വന്ന ഒരു ചികിത്സയാണ്. നേരത്തെയുള്ള കോളർ ചോദിച്ച പോലെ ആ ചികിത്സയുടെ പേര് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നാണ്. ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. ഡീപ്പ് ബ്രെയിനിനുള്ളിൽ ഡെപ്തിലുള്ള ചില ടാർഗറ്റുകളുണ്ട്, ചില ഏരിയകളുണ്ട്. അപ്പോൾ ആ ഏരിയകളിൽ നമ്മൾ ചെറിയ ഒരു ഇലക്ട്രോഡ് തലച്ചോറിനുള്ളിൽ സ്ഥിരമായിട്ട് സ്ഥാപിക്കും, ഇംപ്ലാന്റ് ചെയ്യും. എന്നിട്ട് ആ ഇലക്ട്രോഡുകൾ വഴി ബ്രെയിനിൻ്റെ പ്രത്യേക ചില ഏരിയകളിൽ ചെറിയ ഇലക്ട്രിക് കറണ്ട് സ്റ്റിമുലേഷൻ കൊടുക്കുക. അതാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. ഇതിന് അതുപോലെ തന്നെയുള്ള ചികിത്സാ രീതികളാണ് ഇപ്പം ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അറിത്തമിയുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ പേസ് മേക്കർ ഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ നിയന്ത്രിക്കാൻ പറ്റാത്ത അപസ്മാരമുള്ള രോഗികൾക്ക് വാഗൽ നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചികിത്സാ രീതിയുണ്ട്, VNS. ഇതെല്ലാം ഏകദേശം ഒരേപോലത്തെ പ്രിൻസിപ്പിളാണ്. ഒരേ ഹാർഡ്വെയർ ആണ്, ഒരേപോലത്തെ ഉപകരണങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് പിടിപ്പിക്കുന്ന സ്ഥലം വ്യത്യാസമുണ്ട്. പാർക്കിൻസൺസ് രോഗമാകുമ്പോൾ നമുക്ക് തലച്ചോറിനകത്തുള്ള ചില പ്രത്യേക ഭാഗങ്ങളിലാണ് ഈ ഇലക്ട്രോഡിൻ്റെ ടിപ്പിരിക്കുക. അപ്പോൾ അതൊരു പുതിയ ചികിത്സാ രീതിയാണ്. നമ്മുടെ നാട്ടിലത് ആയി വരുന്നതേ ഉള്ളൂ. അത് സാധാരണഗതിയിൽ പേഷ്യൻറ്റിന് രണ്ട് ഭാഗത്തും അസുഖങ്ങളുണ്ടാവും. അപ്പം തലച്ചോറിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ 2 ഇലക്ട്രോഡുകളാണ് പിടിപ്പിക്കുക. വലതുവശത്തെ അസുഖത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തലച്ചോറിൻ്റെ ഇടതുഭാഗത്താണ് ഇലക്ട്രോഡ് സ്ഥാപിക്കുക. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ വലതുഭാഗത്ത് നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഇടതുഭാഗമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇടതുഭാഗത്തെ രോഗലക്ഷണങ്ങളെ നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോഡ് തലച്ചോറിൻ്റെ വലതുഭാഗത്താണ് സ്ഥാപിക്കുക. അപ്പോൾ ഈ ഇലക്ട്രോഡുകളിൽ വഴി ഒരു വയറുണ്ടാവും. ഈ വയറ് വഴി നമ്മൾ ചെറിയ ഇലക്ട്രിക് കറണ്ട് കൊടുക്കും. അത് വെക്കുന്ന ബാറ്ററി ഉണ്ട്, അതിന് പൾസ് ജനറേറ്റർ എന്ന് പറയും. അപ്പം ആ ഒരു സംഗതി നമ്മുടെ ശരീരത്തിൻ്റെ വേറൊരു ഭാഗത്ത് സ്ഥാപിക്കുക ചെയ്യും. അപ്പം എന്നിട്ട് ഈ ബാറ്ററിയിൽ നിന്നും തലച്ചോറിലേക്ക് വരുന്ന ആ ഒരു കറണ്ടിനെ നമുക്ക് പല രീതിയിൽ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ആ ഒരു സ്റ്റിമുലേഷൻ്റെ ഇഫക്റ്റിൽ പേഷ്യൻറ്റിൻ്റെ രോഗലക്ഷണങ്ങൾ കുറയുന്നതായിട്ട് കാണും. ഇതാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചികിത്സ.